എൻ്റെ പേര് കീർത്തി. ഈശോ അമ്മ മാതാവ് ത്രൂ തന്ന ടെസക്കുട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അൾത്താരയിൽ ഇവിടെ സാക്ഷ്യം, ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് 1000 ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 4.5 years ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു, കൺസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുവരെ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. 4.5 years അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് 4.5 years ആയപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, നമ്മൾക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ടേ? അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് ടു ഗോ ടു എ ഡോക്ടർ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ, നമുക്കിത് സ്ക്രാപ്പ് ഓഫ് ചെയ്ത് നോക്കാം. സ്ക്രാപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരത്തി നെക്സ്റ്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ, അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്ക്രാപ്പ് ഓഫ് ചെയ്തു, ഇനി നമുക്ക് നോക്കാം, ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില, നമുക്ക് നോക്കാം, ഇനിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പ്രോബ്ലി നമുക്ക് IUI അല്ലെങ്കിൽ IVF ചിന്തിക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തി ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന്. അതും നമ്മൾ ആ സമയത്തൊന്നും അതൊന്നിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഭയങ്കര വേവലാതിയും വിഷമവും, എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മി പെട്ടെന്ന് പറയുന്നത്. ഒരു ദിവസം വിളിച്ചിട്ട് മമ്മി പറഞ്ഞു എനിക്കെന്തോ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ ആരോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക. അന്ന് മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് മമ്മി എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു വരുമായിരുന്നു. അതുപോലെ ജപമാല ഞാൻ നല്ലതായിട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മമ്മി ഉടമ്പടി എടുത്ത 15th day ഐ എം ഗെറ്റിംഗ് എ ന്യൂസ് ദാറ്റ് ഐവ് കൺസീവ്ഡ്. അപ്പോൾ ഒരു രോഗം നമ്മുടെ മേത്തുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ട്രീറ്റ് ചെയ്ത് മാറും, അപ്പം നമുക്ക് കുട്ടിയുണ്ടാവും. ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാതാവ് ഇറങ്ങി വന്ന് ഈ കുഞ്ഞാവേനെ ഞങ്ങൾക്ക് തന്നത്. സോ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല.